നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ആ കുഞ്ഞുങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലേ ഈ സമൂഹം? അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. അവരെ അടക്കം ചെയ്ത കല്ലറയും കൂടി ഇനി പൊളിക്കണമെന്നാണോ? സാധാരണക്കാരന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ നീതിയും നിയമവും സർക്കാരും ഒന്നുമില്ലേ? ആർക്കും ഇങ്ങനെ ഒരു ഗതി ഇനി വരുത്തരുത്. വസ്തുതർക്കത്തെ തുടർന്ന് നെയ്യാറ്റിൻകരയിൽ മാതാപിതാക്കൾ പൊള്ളലേറ്റു മരിച്ച ഒരു സംഭവം കേരളം അത് ഇന്നോളം മറന്നിട്ടുണ്ടാകില്ല. കാരണം അമ്മയുടെയും അച്ഛൻ്റെയും മൃതദേഹത്തിന് മുന്നിലിരുന്ന് കരയുന്ന രണ്ട് ആൺകുട്ടികളുടെ ദൃശ്യം അത് കേരളത്തിൻ്റെ നെഞ്ചുലച്ചതാണ്. ഒടുവിൽ ആ കുട്ടികൾ തന്നെ കുഴിയെടുത്ത് അവരുടെ മാതാപിതാക്കളെ അടക്കം ചെയ്യുന്ന ദൃശ്യങ്ങളും കേരളം കണ്ടതാണ്. ഇന്നിപ്പോൾ അതിനേക്കാൾ അതിദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നത് ആ സ്ഥലം അവരുടേതല്ല, അന്ന് പരാതിപ്പെട്ട സ്ത്രീയുടേതാണ് എന്നുള്ള വിധിയാണ്. ഇതോടെയാണ് ആ കുട്ടികൾ നിലവിളിച്ച് കരയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. തങ്ങൾക്ക് ആരും നീതി ഉറപ്പാക്കാനില്ല എന്ന് കരയുകയായിരുന്നു ആ കുട്ടികൾ. അച്ഛനും അമ്മയും ഈ കല്ലറയിലല്ല ഉള്ളതെന്നും ഞങ്ങളുടെ നെഞ്ചിലാണെന്നും ഞങ്ങൾ തന്നെ കല്ലറ പൊളിച്ചു തരാം, കൊണ്ടുപോയി തിന്നോ എന്നും സർക്കാർ തന്ന 10 ലക്ഷം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതല്ല ആ 10 ലക്ഷം എന്നും അത് വേണമെങ്കിൽ കത്തിച്ചു കളയും എന്നൊക്കെ ആ കുട്ടി നിലവിട്ട് സംസാരിക്കുന്നതൊക്കെ കേരളത്തിൻ്റെ നെഞ്ചുലച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാദമായ ആ വസ്തു അയൽവാസിയുടേതാണെന്ന് നെയ്യാറ്റിൻകര കോടതിയുടെ വിധി വന്നതിന് പിന്നാലെയായിരുന്നു കല്ലറ പൊളിച്ച് നീക്കിയത്. അതിയന്നൂർ സ്വദേശി രാജന്റെയും അമ്പിളിയുടെയും മൃതദേഹം മറവ് ചെയ്യാൻ മകൻ രഞ്ജിത്ത് കുഴിയെടുക്കുന്ന ദൃശ്യം അത് വീണ്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ കോടതിയുടെ വിധി വന്നതിന് ശേഷമാണ് പഴയ ആ ദൃശ്യങ്ങൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. 2020 ഡിസംബർ 28 ആ ദാരുണ സംഭവം. പിന്നോക്ക വിഭാഗത്തിനു വേണ്ടി സർക്കാർ അനുവദിച്ച ഭൂമിയിലായിരുന്നു തർക്കം. അയൽവാസി വസന്ത ഭൂമിയിൽ ഉടമസ്ഥാവകാശവുമായി കോടതിയിൽ നിന്നും അനുകൂല വിധി വാങ്ങിയിരിക്കുകയാണ്. ഒഴിപ്പിക്കൽ നടപടിക്കിടെയായിരുന്നു രാജനും അമ്പിളിയും തലയിൽ കൂടി മണ്ണെണ്ണ ഒഴിച്ച് പ്രതിഷേധിച്ചത്. ഇരുവരെയും പിടിച്ചുമാറ്റുന്നതിനിടയിലാണ് തീ പടർന്ന് പൊള്ളലേറ്റ് ഇരുവരും മരിക്കുന്നത്. ഇതിന് പിന്നാലെ സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. മാതാപിതാക്കളുടെ മരണശേഷവും വിവാദ വസ്തുവിലാണ് രാജൻ അമ്പിളി ദമ്പതികളുടെ മക്കൾ കഴിഞ്ഞിരുന്നത്. വസന്തയ്ക്ക് അനുകൂലമായ വിധി നെയ്യാറ്റിൻകര കോടതിയിൽ നിന്ന് വന്നതോടെയാണ് വിവാദ വസ്തുവിലെ മാതാപിതാക്കളുടെ കല്ലറ തകർത്ത് മകൻ രഞ്ജിത്ത് രാജ് പ്രതിഷേധിച്ചത്. രഞ്ജിത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ കേരളത്തെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കോടതിയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. കോടതി എന്ന് വെച്ചാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി കൊടുക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. അതായത് നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നുണ്ട്, മനുഷ്യൻ എന്ന വ്യക്തി. അപ്പോൾ ഭൂമി എന്നത് മനുഷ്യന് സ്വന്തമാണ്. അതിനെ സംരക്ഷിക്കാനും ആവശ്യമുള്ളവർക്ക് കൊടുക്കാനും വേണ്ടി ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് സർക്കാരും കോടതി എന്ന് പറയുന്നതായാലും. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചത് നിങ്ങളെല്ലാവരും വന്ന് കണ്ടതാണ്, നിങ്ങൾ വിഷ്വലിൽ കണ്ടതാണ്. പോലീസുകാർ തട്ടിയതുകൊണ്ടാണ് അച്ഛനും അമ്മയും മരിച്ചത്. എന്നിട്ട് ആ പോലീസുകാരുടെ പേരിൽ എന്തെങ്കിലും നടപടിയെടുത്തോ? ഇവിടുത്തെ നിയമം അപ്പോൾ എന്താണ്? അതെല്ലാം പോട്ടെ, സ്വന്തം അച്ഛനും അമ്മയുമില്ല, കോടതി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? പാവങ്ങളെ സഹായിക്കാനുള്ളതാണ് കോടതി. എന്നിട്ട് കോടതി എനിക്ക് ഈ സ്ഥലം തന്നോ? അമ്മയും അച്ഛനും ഇല്ലാത്ത മകന് ഈ സ്ഥലം കൊടുത്തോ? കോളനി എന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥലമാണ്. സർക്കാർ സ്ഥലം പാവങ്ങൾക്കുള്ളതാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? എൻ്റെ അച്ഛൻ ആശാരിപ്പണിയുള്ള വ്യക്തിയായിരുന്നു. ആശാരിപ്പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വസന്ത എന്ന് പറയുന്ന വ്യക്തി അച്ഛനെതിരെ കേസ് കൊടുത്തു. കള്ളത്തടി എടുത്ത് ആശാരിപ്പണി ചെയ്യുന്നു എന്ന് പറഞ്ഞ്. എൻ്റെ കുടുംബം ഇവിടെ തൊട്ടു മുകളിലാണ്. അപ്പോൾ എൻ്റെ പപ്പ എന്തു ചെയ്തു? ഇവർ താമസിക്കുന്ന വീടിൻ്റെ വിവരാവകാശം എടുത്തു. ഈ കോളനിക്ക് ഒരു നിയമമുണ്ട്, ഒരാൾക്ക് 4 സെൻറ്റ് അനുവദിക്കും. അത് പാവപ്പെട്ടവർക്കുള്ളതാണ്. ഹരിജൻ കോളനിയാണ്. പപ്പ വിവരാവകാശം എടുത്തു നോക്കിയപ്പോൾ വിമല, കമലാക്ഷി, സുകുമാരൻ നായർ അവരുടെ 3 പേരുടെ പേരിലെന്ന് പറഞ്ഞാണ്. പഞ്ചായത്തുകാർ തന്നെ കൊടുത്ത പേപ്പർ. ഈ പേപ്പർ കൊടുത്തിട്ട് എൻ്റെ പപ്പ പോയിട്ട് പരാതി കൊടുത്തു. വസന്ത ഭൂമി കയ്യേറി വെച്ചിരിക്കുന്നു, സർക്കാരിന് തിരിച്ചെടുക്കേണ്ട അധികാരമുണ്ടെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ട് സർക്കാർ തിരിച്ചെടുത്തുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു അവളുടെ മുന്നിൽ ആരും ജയിക്കാൻ പോകുന്നില്ല എന്ന്. ഇവിടെ എൻ്റെ അപ്പനും അമ്മയും മരിച്ചപ്പോൾ ഞാനാണ് അവരെ അടക്കിയത്. അപ്പോൾ എൻ്റെ അപ്പനെയും അമ്മയെയും ഞാൻ തന്നെ പൊളിച്ചു മാറ്റി കൊടുക്കാം. അവരുള്ളത് എൻ്റെ മനസ്സിലാണ്, അല്ലാതെ കല്ലറയിലോ തേങ്ങയിലോ ഒന്നുമല്ല. ഈ സ്ഥലം എനിക്ക് വേണ്ടതാനും. സർക്കാർ തന്ന സഹായം ദാ ഇവിടെ ഇരിപ്പുണ്ട്, ബാങ്കിലിട്ട പൈസ ഇരിപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ കത്തിച്ചു കളഞ്ഞോളാം. എനിക്ക് വേണ്ട, സർക്കാർ തന്ന ഒരു തേങ്ങയും വേണ്ട.
സ്വന്തം അപ്പനെയും അമ്മയെയും കൊന്നവൻ്റെ പേരിൽ വല്ല നടപടിയും എടുത്തോ? വീട് വയ്ക്കാൻ വേണ്ടി 10 ലക്ഷം അനുവദിച്ചു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ 10 ലക്ഷം അനുവദിച്ചു. അതിനു വേണ്ടിയിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു സ്ഥലത്തിൻ്റെ പേരിൽ തീരുമാനമാകാതെ തരില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രസ് മീറ്റിൽ പിണറായി വിജയൻ എന്തിനാണ് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി 10 ലക്ഷം അനുവദിക്കുന്നുവെന്ന്? അല്ലേൽ അങ്ങേര് അന്നേ പറയണ്ടേ സ്ഥലത്തിൻ്റെ ഇതായിട്ട് 10 ലക്ഷം അവന് കൊടുക്കാം. കോടതി വിധിയെന്ന് വെച്ചാൽ ഇത് പൊളിച്ചു മാറ്റി കൊടുക്കണം. ഈ വീടും കല്ലറയും പൊളിച്ചു മാറ്റി കൊടുക്കണമെന്നാണ്, പഴയ രീതിയിലാക്കണമെന്നാണ് കോടതി വിധി. ഞാൻ തന്നെ പൊളിച്ചു മാറ്റി കൊടുക്കാം. എനിക്ക് ഔദാര്യം വേണ്ട കോടതിയുടെ. സർക്കാരിൽ നിന്നും നീതി കിട്ടിയില്ലെന്നാരോപിച്ച് ഇതായിരുന്നു രഞ്ജിത്ത് രാജിൻ്റെ പ്രതിഷേധം. ആ കുട്ടിയുടെ വാക്കുകൾ സർക്കാരിനെയും കോടതിയെയും ഒക്കെ വിമർശിച്ചുകൊണ്ടായിരുന്നു. തങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നും ആരാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത് എന്നും നിരാലംബരായ ആ കുട്ടികൾ ചോദിക്കുകയാണ്. അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട് സകലതും നഷ്ടപ്പെട്ട് ഒടുക്കം അവരെ അടക്കിയ മണ്ണ് തന്നെ വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതും അവരുടെ പ്രായം കൂടി നോക്കണം, ചെറിയ കുട്ടികളാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് നമുക്കാർക്കും മറുപടി കൊടുക്കാനില്ല. സർക്കാരിൽ നിന്നും നീതി കിട്ടിയില്ലെന്നാരോപിച്ച് രഞ്ജിത്ത് ബാങ്ക് രേഖകളും വസ്തുവിൻ്റെ രേഖകളും കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. നെയ്യാറ്റിൻകരയിൽ തെളിഞ്ഞത് സർക്കാരില്ലായ്മയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതികരിച്ചു. നെയ്യാറ്റിൻകര അതിയന്നൂർ പഞ്ചായത്തിലെ പോങ്ങിൽ നെട്ടത്തോട്ടം ലക്ഷം വീട് കോളനിയിൽ രാജന്റെ സ്ഥലം കയ്യേറിയെന്ന് കാണിച്ച് അയൽവാസിയായ വസന്തയാണ് നെയ്യാറ്റിൻകര പ്രിൻസിപ്പൽ മുൻസിഫ് കോടതിയെ സമീപിച്ചത്. തുടർന്ന് കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിച്ച് അന്വേഷണം നടത്തി. വസ്തു ഒഴിപ്പിക്കാനുള്ള കോടതി ഉത്തരവുമായി പോലീസും കമ്മീഷനും എത്തിയപ്പോൾ ഇവരെ പിന്തിരിപ്പിക്കാനായിരുന്നു ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെയ്യാറ്റിൻകരയിലെ രാജൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ലൈറ്റർ കത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് വകവയ്ക്കാതെ പോലീസ് ലൈറ്റർ തട്ടിത്തെറിപ്പിച്ചതോടെ ദേഹത്തേക്ക് തീ പടരുകയും രണ്ടുപേരും മരിക്കുകയുമായിരുന്നു. അതിദാരുണമായ സംഭവമായിരുന്നു. അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയത് പോലീസുകാർ തന്നെയാണെന്ന് ആ കുഞ്ഞുങ്ങൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. കാരണം അവർ കൺമുൻപിൽ കണ്ടത് അത്തരമൊരു സംഭവമാണ്. ഇപ്പോൾ വീണ്ടും അവർക്ക് നേരെ ദാരുണമായ സംഭവമാണ്. അച്ഛനെയും അമ്മയെയും അടക്കിയ കല്ലറ വരെ പൊളിക്കേണ്ടി വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.